പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ബിജെപിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസം ശക്തിപ്പെട്ടു വരികയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്ന പ്രവണത കേരളത്തിലും ശക്തിയായിട്ട് വരികയാണ് എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. മതനിരപേക്ഷ ശക്തികൾക്ക് വൻ സ്വാധീനമുള്ള കേരളത്തിൽ പോലും കോൺഗ്രസിന് മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ അതിന്റെ നേതാക്കളെ തന്നെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നതാണ് ഇത് കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിക്കുകയും ബിജെപിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ അനന്തരഫലമാണ് മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കേരളത്തിൽ പോലും ആരാണ് എപ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോകുന്നത്, ചേക്കേറുന്നത് എന്നത് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം സംജാതമായിട്ടുള്ളത്. നെഹ്റു സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്നുവെന്ന് ഒരു ഘട്ടത്തിൽ കെപിസിസിയുടെ പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. ആർഎസ്എസിന്റെ ശാഖകൾക്ക് കാവൽ നിന്നുവെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കി. താൻ ബിജെപിയിലേക്ക് പോകില്ല എന്ന് പറയില്ല, അതാണ് അദ്ദേഹം വ്യക്തമാക്കി മറ്റൊരു കാര്യം. അത്തരം സാധ്യതയെ നിഷേധിക്കാൻ സാധിക്കാത്ത കെപിസിസി പ്രസിഡന്റുള്ള രാജ്യത്ത് ആരൊക്കെ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് ചേക്കേറുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർഎസ്എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പ്രതിപക്ഷ നേതാവിനും യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല എന്ന് വാർത്താമാധ്യമങ്ങൾ തന്നെ ഇതിനു മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. മോഡിയുടെ പ്രത്യേക വിരുന്നിൽ പങ്കെടുത്ത കൊല്ലത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥി അതേ വിരുന്നിൽ പങ്കെടുത്ത ബിഎസ്പി എംപി ഇപ്പോൾ ബിജെപിയിലാണ് ചേർന്നിട്ടുള്ളത് എന്ന കാര്യവും കൊല്ലം എംപി തന്നെ പിന്നീട് മോഡി ഉദ്ഘാടനം ചെയ്താൽ ഉണ്ടാവുന്ന നേട്ടത്തെ സംബന്ധിച്ചുള്ള വിശദീകരണവും വിരുന്നിന് ക്ഷണിച്ചാൽ ഞാൻ പോകും എന്ന മുരളീധരന്റെ പ്രഖ്യാപനവുമെല്ലാം ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ സാധിക്കുന്നതാണ്. രാജ്യത്തെ 13 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ബിജെപിയിലാണ്. കേന്ദ്രമന്ത്രിസഭയിലും നിരവധി മുൻ കോൺഗ്രസുകാരാണ് ഉള്ളത്. 200ഓളം മുൻ കോൺഗ്രസ് എംഎൽഎമാരും എംപിമാരും ഇപ്പോൾ ബിജെപിയിലാണ്. 3 പിസിസി പ്രസിഡന്റുമാർ ഇപ്പോൾ ബിജെപി നേതാക്കളായിട്ട് മാറി. പത്മജ വേണുഗോപാലൻ കഴിഞ്ഞ ദിവസം തൃശൂരിൽ പ്രതാപന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. അവരാണ് ഇപ്പോൾ കാലുമാറി പോയത്. ഇത്തരത്തിൽ കോൺഗ്രസ് എപ്പോഴും ബിജെപി ആവുന്ന സാഹചര്യത്തിലാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ഇവിടെ 2 അക്ക സീറ്റ് കിട്ടും എന്ന് പറഞ്ഞതിന്റെ പൊരുൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ബിജെപിക്ക് ഒരു സീറ്റും കിട്ടില്ല എന്നും കേരളത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ആരുടെ സീറ്റിനെ സംബന്ധിച്ചാണ് മോഡി പറഞ്ഞിട്ടുള്ളത് എന്ന് ഗൌരവപൂർവ്വം കൌതുകപൂർവ്വം പരിഗണിക്കണം, പരിശോധിക്കണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ ഇപ്പോ കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ള നിരവധി ആളുകൾ ഇപ്പൊ തന്നെ ബിജെപിയിലേക്ക് ചേക്കേറിയിട്ടുള്ള കാര്യം നമുക്കറിയാം.
ഇതിന്റെ പേര് ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്കറിയുന്ന പേരുകളാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേര് പറയാനുണ്ട്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പിന്നീട് പറയാം. നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. പിന്നെ വന്യമൃഗ പ്രശ്നം കേരളത്തിൽ സജീവമായ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. വന്യജീവികളുടെ അതിക്രമങ്ങൾ നേരിടുന്നതിന് ഗവൺമെന്റ് പ്രത്യേകമായിട്ട് മന്ത്രിസഭാ യോഗ തീരുമാനം പുറത്തു വന്ന കാര്യം എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിന് ചെയ്യാൻ സാധിക്കുന്നതിന്റെ പരമാവധി സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാര പരിധിക്കകത്തു നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഓർഡിനൻസോ അല്ലെങ്കിൽ പാർലമെന്റിൽ ഭേദഗതിയോ വരുത്തിക്കൊണ്ട് മാത്രമേ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ സാധിക്കും. കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ ക്ഷുദ്ര ജീവികളായ വന്യമൃഗങ്ങളെയും ജീവികളെയും വെടിവെക്കാനുള്ള അവകാശം വേണം എന്നതാണ്. ന്യായമായ അവകാശം. മനുഷ്യനെ പകവച്ച് എന്നിപ്പോൾ പറയാൻ സാധിക്കില്ല. മൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുകയാണ്. അത്തരം ജീവികളെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ആവശ്യമുള്ള സന്ദർഭത്തിൽ വെടിവെച്ച് കൊല്ലുക തന്നെയാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഓർഡിനൻസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ പാർലമെന്റിൽ ഭേദഗതി അവതരിപ്പിക്കണം. കേരളത്തിലെ പ്രതിപക്ഷ എംപിമാരായിട്ട് ഇവിടെ 18 പേരുണ്ടായിരുന്നു. ഒരു കാര്യവും അവരിതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സംസാരിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിനെതിരായിട്ട് നിരന്തരമായിട്ട് ആരോപണം ഉന്നയിക്കുക എന്നതിന്റെ അപ്പുറം ഈ വകുപ്പ് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇടതുപക്ഷ എംപിമാരാണ് ഇക്കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. കേരള ഗവൺമെന്റ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് സെൻട്രൽ ഗവൺമെന്റിന് അയച്ചിട്ടുള്ളതാണ്. ഒരക്ഷരം അതുമായിട്ട് ബന്ധപ്പെട്ട് മിണ്ടിയിട്ടില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ മനുഷ്യ വന്യജീവി സംഘർഷമുള്ള മേഖല കണ്ടെത്തി പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഇപ്പോഴ് ഉണ്ടായിട്ടുണ്ട്. ആവശ്യമായ സമയത്ത് ഫലപ്രദമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ഈ ദുരിതത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ശവം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ ലാക്കോടുകൂടി ചില ആളുകൾ നീങ്ങിയിട്ടുള്ളത് എന്ന കാര്യം മാധ്യമങ്ങൾക്ക് തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട്. മുഖപ്രസംഗം പോലും ചിലർ എഴുതിയിട്ടുണ്ട്. 118 കോടി രൂപ കിഫ്ബി വഴി അനുവദിക്കാൻ വന്യജീവി മനുഷ്യ സംഘർഷ മേഖലയിൽ ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്തർ സംസ്ഥാന സമിതികൾ യോഗം ചേരുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഇപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഈ കാര്യം സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ നിയമം നിർമ്മിക്കുകയും ബിജെപി ഗവൺമെന്റ് നിയമം നടപ്പിലാക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സംസ്ഥാനത്തിന് ഫലപ്രദമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ക്ഷുദ്ര ജീവികളായ മനുഷ്യരുമായി സംഘർഷത്തിലേക്ക് വരുന്ന ജീവികളെ കൈകാര്യം ചെയ്യാൻ സാധിക്കാതിരിക്കും. അത് സാധിക്കണമെന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാൻ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അഭിമന്യു വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ കാണാനില്ല എന്ന പുറത്തു വന്ന വാർത്ത സംബന്ധിച്ചാണ്. കാര്യം ശക്തിയായ അന്വേഷണം നടത്തി
കുറ്റക്കാർക്കെതിരായ നടപടി സ്വീകരിക്കണം. അഭിമന്യു കേസ് വിചാരണ തുടങ്ങാനിരിക്കെയാണ് രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. മാധ്യമ വാർത്തകൾ പ്രകാരം 2022 തന്നെ രേഖകൾ കാണാതായി എന്നാണ് മനസ്സിലാക്കുന്നത്. 2018 കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഇനിയും വിചാരണ തുടരാൻ കഴിയാത്ത അവസ്ഥ നിൽക്കുകയാണ്. കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാനുള്ള തീയതി മാറ്റിവെക്കുകയായിരുന്നു. ഒന്നാം പ്രതിയെ കിട്ടിയത് കുറച്ചു വൈകിയാണ്. ഇതാണ് വിചാരണ തുടങ്ങുന്നതിന് താമസിച്ചത്. അത് ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ രീതിയിൽ ആരാണോ ഉത്തരവാദി അവരെ കണ്ടെത്തി ഫലപ്രദമായ നടപടി സ്വീകരിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലുണ്ടായ പ്രശ്നം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. സിദ്ധാർത്ഥന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും മുഖം നോക്കാതെ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയായിരുന്നു പാർട്ടി ആദ്യം മുതലെടുത്ത നിലപാട്. ഇതിലിപ്പോൾ 18 പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ മാത്രമാണ് ഇനി കിട്ടാൻ ബാക്കിയുള്ളത്. വളരെ വേഗം അയാളെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ വിഭാഗത്തിൽപ്പെട്ട സംഘടനയിൽപ്പെട്ട ആളുകൾ ഇതിന്റെ അകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. SFIയും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടത്. ആവശ്യമായ നിലപാടും നടപടിയും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് മുഖം നോക്കാതെ ഫലപ്രദമായ നടപടി സ്വീകരിച്ചിട്ടും. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം. ഏതാ ആര്? ഇല്ല ഇത് എന്നെ കണ്ടിരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടി നടപടി എടുത്തിരിക്കുകയായിരുന്നു. ആ എടുത്ത നടപടിയെല്ലാം അതിന്റെല്ലാം കാലാവധി തീരുന്നതോടുകൂടി അദ്ദേഹത്തെ എല്ലാം പാർട്ടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിപ്പിക്കാൻ തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തെയൊന്നും ഒഴിവാക്കി നിർത്താനല്ല ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനമായ മേഖലയിലൊക്കെ പ്രവർത്തിച്ച അനുഭവമുള്ള സഖാക്കളെ ആരെയും മാറ്റി നിർത്തേണ്ടതില്ല. അവരെല്ലാം ചേർത്ത് നിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം എന്ന നിലയിൽ പൂർണ്ണ യോജിപ്പോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന ഘട്ടമാണ്. അപ്പോൾ ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. പാർട്ടിയായിട്ട് സഹകരിച്ച് പോകുമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഇല്ല നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയില്ല. അതിന് പിന്നെ ഞങ്ങൾ വരേണ്ട കാര്യം എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനില്ല. ഇല്ല പോകില്ല. അല്ല, പൽമറ്റ് ഇതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഞങ്ങൾ നടപടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കേഡറാണ്. സ്വാഭാവികമായിട്ടും പ്രശ്നമുണ്ടാവുമല്ലോ. അത് ഞങ്ങൾ ആവശ്യമായ രീതിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടെ പാർട്ടിയുടെ ഭാഗമാക്കി ചേർത്തുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവർ പ്രതീക്ഷിക്കാം. അവർക്കങ്ങനെ പ്രതീക്ഷിക്കാലോ. ഒരു ജനാധിപത്യ സമൂഹമല്ലേ. BJPക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സ്വപ്നം കാണാം. സ്വപ്നം കാണുമ്പോൾ കഞ്ഞി കുടിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വപ്നം കാണണ്ടല്ലോ. നല്ല ബിരിയാണി അടിക്കുന്ന സ്വപ്നമല്ലേ നല്ലത്. അവിടെ ടൈറ്റ് ആവുകയല്ല ചെയ്യാ. ടൈറ്റ് ഒന്ന് ശരിയാവുകയും ലൂസാവും. കാരണം എന്താ പറഞ്ഞാൽ അദ്ദേഹം പല സ്ഥലത്തും പോയിട്ടുണ്ടല്ലോ. പോയ സ്ഥലത്തെല്ലാം പലപ്പോഴും തൂക്കുക ചെയ്തു. ഇതുപോലെ പോയതെല്ലാം തോറ്റതാണ്, നിയമം ഉൾപ്പെടെ. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അല്ലല്ല, ഞങ്ങൾ മതനിരപേക്ഷതയാണ്, അതിവിപുലമായ ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തെയാണ് ഞങ്ങൾ കാണുന്നത്.
കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ടവരാണ് അവർ. ഇന്ത്യ സംവിധാനത്തിന്റെ എല്ലാം ഭാഗമായിട്ടുള്ളവരാണ്. അവരിങ്ങനെ ബിജെപിയിലേക്ക് കൊഴിഞ്ഞു പോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ആഹ്ലാദകരമല്ല. നിങ്ങൾ ധരിക്കുന്നത് പോലെ അങ്ങനെയാണെന്ന് നിങ്ങൾ ധരിക്കുകയും വേണ്ട, അല്ല. പക്ഷേ വളരെ ഗൗരവതരമായ പ്രശ്നമാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ മേഖലയിലുള്ള കോൺഗ്രസ് അധ്യക്ഷന്മാരും മുൻ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാം ഈ ഒരു ചെറിയ ദിവസം കൊണ്ട് കോൺഗ്രസിലേക്ക് വളരെയേറെ പ്രാധാന്യത്തോടുകൂടി കണ്ട ആളുകളൊക്കെയാണ് ബിജെപിയിലേക്ക് ചേക്കേറുന്നത്. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിലപാടില്ലായ്മയാണ് പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നലത്തേക്കും നാളത്തേക്കും മറ്റന്നാളത്തേക്കും മാറ്റി മാത്രമല്ല, സുദീർഘകാലത്തേക്കുള്ള ഒരു രാഷ്ട്രീയമല്ലേ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. വർഗീയ ശക്തികളെ ശക്തിപ്പെടുത്തലല്ലോ വേണ്ടത്. കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ ശത്രു CPM ആണെന്നും BJP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഞങ്ങളുടെ ശത്രു CPM ആണെന്നും പറയുന്ന ഒരു അന്തർധാരയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അനന്തരഫലം എന്താ പറഞ്ഞാൽ ഇത് തമ്മിൽ അതിർവരമ്പില്ല. BJPയും കോൺഗ്രസും തമ്മിൽ ഒരു അതിർവരമ്പില്ല, അത് രേഖ പോലുമില്ല. ഏത് സമയത്തും അങ്ങോട്ടേക്ക് കടന്നു പോകാൻ കഴിയും. ഇവരുടെ സാമ്പത്തിക നിലപാടും ഇവരുടെ രാഷ്ട്രീയ സമീപനവും ഇവരുടെ പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കവും അതിലൊന്നും വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് എപ്പോ അങ്ങോട്ടേക്കും പോവാം ഇങ്ങോട്ടും വരാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഇങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഉണ്ടാകുക? അതായത് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരല്ലേ പോകുന്നത്, അല്ലേ? അത് വളരെ കറക്റ്റാണ്. കോൺഗ്രസിനെ ആരെങ്കിലും വിശ്വസിക്കുമോ? BJPക്കും വർഗീയ ശക്തികൾക്കുമെതിരായിട്ട് പൊരുതാൻ നട്ടല്ലായി നിൽക്കേണ്ട ഒരു പാർട്ടിയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അല്ല, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, നിങ്ങളുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടല്ലേ? നിങ്ങൾ എല്ലാവരും പ്രധാനപ്പെട്ട കാര്യമില്ലേ? നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നു, അങ്ങനെ പറയാം. നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? BJPക്കാർക്ക് നല്ല ഭയമുണ്ട്. ഇന്ത്യയിൽ 370 സീറ്റ് കിട്ടും എന്നവർ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഇന്ത്യ മുന്നണി ഫലപ്രദമായി ഓരോ സംസ്ഥാനത്തിലെയും BJP വിരുദ്ധ വോട്ട് ചോർന്നു പോവാതെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ചാൽ BJPക്ക് ജയിക്കാനാവില്ല എന്ന് BJPക്ക് അറിയാം. പാറ്റ്ന സമ്മേളനം കൂടി കഴിഞ്ഞപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ജനകീയ മുന്നേറ്റം കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ BJP ഭയപ്പെടുന്നുണ്ട്. ആ ഭയപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഏത് കച്ചിത്തുമ്പിനെയും പിടിക്കാൻ അവർ തയ്യാറാണ്. അതിനാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് 6566 കോടി രൂപ അവരുടെ കയ്യിലുണ്ട് താനും. വളരെ തൂക്കുന്നു വിചാരിച്ചിട്ട് അയ്യോ പറഞ്ഞ മലയാളം തൂക്കുന്നു വിചാരിച്ചു. ശൈലട്ട് ചാടം അനുസരിക്കുകയാണ്, തൂക്കുന്ന ഉറപ്പല്ലേ, അതിന്റെ ഭാഗമായിട്ട് പോവാണ്. അറിയില്ല ഓക്കെ ആയിട്ടില്ല, എനിക്കറിയില്ല ഇതിനെപ്പറ്റി. അറിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. തൂക്കുന്നില്ല, ഉറപ്പിലാണ്. തൃശ്ശൂർ തൂക്കുന്നില്ല, ഉറപ്പാണ്. വടകരയും തൂക്കുന്ന ഉറപ്പാണ്. അതിനെക്കാട്ടും വേഗം തൂക്കുന്നതായിരിക്കും തൃശ്ശൂർ. അപ്പൊ രണ്ടും തൂക്കും. തൃശ്ശൂര് നല്ലപോലെ മുന്നേറിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ തൃശ്ശൂരായിരുന്നു. വലിയ മുന്നേറ്റമാണ് അവിടെ സുനിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. അത് കരുത്തനായ സ്ഥാനാർത്ഥി മുമ്പ് തൃശ്ശൂർ മത്സരിച്ചിട്ടുണ്ടല്ലോ, ഇല്ലേ? അന്നും തോറ്റിട്ടുണ്ട്. അന്നൊന്നും ജയിച്ചില്ല. വി രാഘവനോട് തോക്കുക ചെയ്ത്. ഇല്ലില്ല, തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അവസരവാദപരമായ നിലപാടാണ്. ക്ഷണിച്ചാൽ ഞാനും വലിയ ഉണ്ണാൻ പോകുമെന്ന് പറഞ്ഞ ആളല്ലേ. പത്മജി ആദ്യം പോയി, ഇനി എപ്പോഴാ അങ്ങോട്ട് പോകുന്നുള്ള കാര്യം ആലോചിക്കേണ്ടി വരും. പത്മജിയാണ് ആദ്യം പോയത്. അത് അതിന് പിന്നിലെന്താണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും ഞാൻ ഉണ്ണാൻ വിളിച്ചാൽ പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടവരെല്ലാം മിക്കവാറും ആ ചെക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതവരുടെ അഭിപ്രായം. അതിനോട് ശരിയാണെങ്കിൽ ശരിയാണെന്നും തെറ്റാണെങ്കിൽ തെറ്റാണെന്നും പറയാം.
യഥാർത്ഥത്തിൽ വനം വകുപ്പ് ചെയ്യേണ്ടത് ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നം മലയോര ജനത പലപ്പോഴും ഉന്നയിക്കുന്നു. വനം വകുപ്പ് സ്വാഭാവികമായിട്ടും വനം വകുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലല്ല. വനം വകുപ്പ് പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് കേരളത്തിലെ വന്യജീവി സംഘർഷത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഓർഡിനൻസിലൂടെയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമനിർമ്മാണത്തിൽ അല്ലെങ്കിൽ നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് മാത്രമേ അതിനെ നേരിടാൻ നമുക്ക് സാധിക്കുള്ളൂ. 1972 നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അതാ പ്രശ്നം. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചാൽ മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ലഘൂകരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐ ഉൾപ്പെടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ക്യാമ്പസുകളിൽ വലിയൊരു ശതമാനം എസ്എഫ്ഐ നേതാക്കളൊക്കെ ഉള്ളതുമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പാർട്ടി ഏതെങ്കിലും രീതിയിലുള്ള ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. എസ്എഫ്ഐ ആ തരത്തിൽ വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഈ രീതിയിലുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രത പുലർത്തി പ്രവർത്തനം നടത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് എല്ലാ പ്രശ്നങ്ങളും ശരിയായ രീതിയിൽ പരിഹരിച്ച് പ്രശ്നമില്ലാത്ത നിലയിൽ ക്യാമ്പസിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എസ്എഫ്ഐ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ എസ്എഫ്ഐ മാത്രമൊന്നുമല്ലല്ലോ, ധീരജിനെ കൊന്നത് എസ്എഫ്ഐയാ. ക്യാമ്പസിൽ സംഘർഷവും കൊലലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തുടങ്ങിയതല്ല. ഒരു KSUക്കാരനെയും കേരളത്തിൽ ഒരു SFI-കാരനും കൊന്നിട്ടില്ല. ഇവിടെ കൊന്നത് മുഴുവൻ KSUക്കാരും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളും SFI-കാരെയാണ് കൊന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം SFI-കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്നുള്ള തിരിച്ചായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് നോക്കണ്ട. അല്ല എന്നുള്ളത് മാത്രമല്ല, SFI-കാരെയാണ് മൃഗീയമായിട്ട് ക്യാമ്പസിൽ കൊന്നു തള്ളിയിട്ടുള്ളത്. അതൊക്കെ ശരിയാണെങ്കിൽ പിന്നെ അത് ശരിയാണ്. അല്ല, SFI-കാര് അതായത് KSU ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാട് തന്നെയാണ് SFI തുടരേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരല്ല ഞങ്ങളാരും. SFI ഏതെങ്കിലും തരത്തിൽ അമ്മാതിരി ഏതെങ്കിലും കാര്യം ആ തരത്തിൽ വന്നാൽ അതിനെ ശക്തിയായിട്ട് തീർത്ത് മുമ്പോട്ടേക്ക് പോവുകയാണ് SFI ചെയ്യേണ്ടത്. അല്ല, അതായാലും ക്യാമ്പസിൽ ആകെ വരുന്നൊരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അതാ കാര്യം. ജുഡീഷ്യൽ അവിടെ രക്ഷിതാക്കൾ എന്താണോ പറയുന്നത് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഗവൺമെന്റിന് നല്ലത്. ഞങ്ങൾക്കിപ്പോൾ അതൊന്നും മറച്ചു വെക്കാനില്ല. ഏത് അന്വേഷണമാണോ അവരുടെ രക്ഷിതാക്കൾ പറയുന്നത് എന്നത് ഗവൺമെന്റ് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചോട്ടെ. ഞങ്ങൾക്ക് അതിലൊന്നും മറക്കാനുമില്ല, ഒന്നും മാറ്റി വെക്കാനുമില്ല. പിന്നെ ഞങ്ങളെന്തിനാ അതിൽ ഭയപ്പെടുന്നത്? എത്രത്തോളം എന്ന് പറയാൻ സാധിക്കില്ല. സമൂലമായ മുന്നേറ്റമാണ്. 20 സീറ്റും ജയിക്കാൻ പോവാണ് കേരളത്തിൽ. പ്രൈവറ്റിനെ പറയുന്നത് 20 സീറ്റും ജയിക്കും. ഏതാ തോന്നണം? മലപ്പുറമല്ലേ നമുക്ക് തോന്നണ്ടേ? ഞാൻ പിന്നെ ഇതിനകത്ത് കൺവെൻഷനിൽ പങ്കെടുത്തു. റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത്, അല്ലാണ്ട് വെറുതെ പറയാം ഓഫ് റെക്കോർഡാണോ? റെക്കോർഡ് തന്നെയാണ്. അല്ലെങ്കിൽ സാമാന്യ ധാരണകൾ ആരെങ്കിലും ചോദ്യം ചോദിക്കുമോ? ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നത് എല്ലാം ജയിക്കാനല്ലേ? ഇന്ന സീറ്റ് തോക്കാൻ പോകണം, പിന്നെ ആളവന്റെ മത്സരമുണ്ട്, അതോടുകൂടി തീർന്നില്ലേ മത്സരം? ഞങ്ങൾ 20 സീറ്റ് മത്സരിച്ച് ജയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മത്സരിച്ച് ജയിക്കേണ്ട ഈ